നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി മിഡിയസ്റ്റ് അവർ നമുക്ക് ആരംഭിക്കാം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കാം. ഖത്തറിന്റെ ആദ്യ ഉന്നതതല നയതന്ത്ര സംഘം സിറിയയിലെത്തി. 13 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഖത്തറി സംഘം സിറിയയിലെത്തിയത്. വിദേശകാര്യ സഹമന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് അൽ ഖുലൈഫിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഡമസ്കസിലെത്തിയത്. ബഷാർ അൽ അസദിനെ പുറത്താക്കി അധികാരം പിടിച്ചെടുത്ത അബു മുഹമ്മദ് അൽ ജൂലാനിയുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തി. സിറിയയുടെ പുനർനിർമ്മാണത്തിൽ ഖത്തറിന്റെ പിന്തുണ അറിയിച്ചു. ഊർജ തുറമുഖ നിർമ്മാണ പദ്ധതികളിൽ ഖത്തർ നിക്ഷേപ സന്നദ്ധതയെ അറിയിച്ചതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ബഷാർ അൽ അസദിനെ പുറത്താക്കിയതിന് പിന്നാലെ കഴിഞ്ഞയാഴ്ച സിറിയയിൽ ഖത്തർ നയതന്ത്ര കാര്യാലയം തുറന്നിരുന്നു. 2011 ആഭ്യന്തര സംഘർഷത്തെ തുടർന്നാണ് ഖത്തറും സിറിയയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം നിലച്ചത്. മീഡിയ 1 ദോഹ. 3 വർഷങ്ങൾക്ക് ശേഷം അഫ്ഗാനിസ്ഥാനിലെ കോൺസുലേറ്റ് പ്രവർത്തനം പുനരാരംഭിച്ച സൗദി അറേബ്യ. ഇന്നലെയാണ് കോൺസുലേറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. നീക്കം സൗദിയുമായുള്ള ബന്ധം കൂടുതൽ സഹകരണത്തിന് സഹായിക്കുമെന്ന് കരുതുന്നതായി താലിബാൻ ഭരണകൂടം പറഞ്ഞു. അഫ്ഗാനിൽ താലിബാൻ ഭരണം ഏറ്റെടുത്തതോടെ ആഭ്യന്തര സംഘർഷം രൂക്ഷമായിരുന്നു. ഇതോടെയാണ് 2021 ഓഗസ്റ്റ് 15 സൗദി നയതന്ത്ര ഉദ്യോഗസ്ഥരെ പിൻവലിച്ചത്. 2 മാസം കഴിഞ്ഞ് നവംബറിൽ കോൺസുലർ സേവനം വീണ്ടും തുടങ്ങിയിരുന്നു. എന്നാൽ നയതന്ത്ര സേവനം തുടങ്ങിയിരുന്നില്ല. നിലവിൽ സ്ഥിതി മെച്ചപ്പെട്ടത് ചൂണ്ടിക്കാട്ടി ഇന്നലെ മുതൽ കോൺസുലേറ്റ് പ്രവർത്തനം പുനരാരംഭിച്ചു. അഫ്ഗാനികളായ പ്രവാസികൾക്ക് സേവനം നൽകുകയാണ് ലക്ഷ്യമെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. സൗദിയിൽ നിലവിലുള്ളത് 1,35,000 അഫ്ഗാനികളാണ്. 1996 മുതൽ 2001 വരെ ഭരണം നടത്തിയ താലിബാനെ അന്ന് സൗദിയും ഭരണ നേതൃത്വമായി അംഗീകരിച്ചിരുന്നു. നിലവിൽ ചർച്ചകളും സാധ്യതകളും തേടുന്നുണ്ടെങ്കിലും സൗദി ഭരണകൂടം താലിബാനെ നിലവിൽ ഭരണ നേതൃത്വമായി അംഗീകരിച്ചിട്ടില്ല. മീഡിയ 1 റിയാദ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ പൊതു ബജറ്റിന് അംഗീകാരം നൽകി ഷാർജ. സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഊന്നൽ നൽകുന്ന ബജറ്റിൽ 42 ബില്യൺ ദിർഹമാണ് ചെലവിനായി വകയിരുത്തിയിട്ടുള്ളത്. എമിറേറ്റിലെ ജനങ്ങളുടെ ജീവിത നിലവാരവും സാമ്പത്തിക സുസ്ഥിരതയും ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ട ബജറ്റിനാണ് ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസിമി അംഗീകാരം നൽകിയത്. ബജറ്റിലെ 41% അടിസ്ഥാന സൗകര്യ മേഖലയുടെ വികസനത്തിനായാണ് നീക്കിവെച്ചിട്ടുള്ളത്. മുൻവർഷത്തെ ബജറ്റിൽ നിന്ന് 7% വർധന. സാമ്പത്തിക വികസന മേഖലയ്ക്ക് 27% ബജറ്റിൽ വകയിരുത്തി. സാമൂഹിക വികസനത്തിന് 22%, ഭരണനിർവഹണം, സുരക്ഷ തുടങ്ങിയവയ്ക്കായി 10% നീക്കിവെച്ചു. മുൻവർഷം ഇത് 8% മാത്രമായിരുന്നു. നടപ്പു വർഷത്തേതിനേക്കാൾ 8% വരുമാന വർധന അടുത്ത വർഷത്തെ ബജറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ആകെ വരുമാനത്തിൽ 10% നികുതി ഇനത്തിൽ പ്രതീക്ഷിക്കുന്നത്. 4% കസ്റ്റംസ് നികുതി ഇനത്തിലും 2% ഇന്ധന നികുതി ഇനത്തിലും ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. മീഡിയ 1 ഷാർജ. 2024 ഏറ്റവും ബജറ്റ് സൗഹൃദ നികുതി രഹിത രാജ്യമായി ഒമാൻ. പ്രവാസികൾക്ക് താമസം മാറാൻ ഏറ്റവും മികച്ച രാജ്യമാണ് ഒമാൻ എന്നും കണ്ടെത്തൽ. UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ആരോഗ്യ ഇൻഷുറൻസ് ദാതാവായ വില്യം റസൽ നടത്തിയ ഗവേഷണത്തിലാണ് ഈ വിലയിരുത്തൽ. തുടർച്ചയായ 2ാം വർഷമാണ് സുൽത്താനറ്റ് ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. 10ൽ 7.92 എന്ന സ്കോറോടെയാണ് പ്രവാസികൾക്ക് താമസം മാറാൻ ഏറ്റവും താങ്ങാനാവുന്ന നികുതി രഹിത രാജ്യമായി ഒമാൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. വിമാന സർവീസ്, വാടക, യൂട്ടിലിറ്റി ബില്ലുകൾ തുടങ്ങിയ റീലൊക്കേഷൻ ചെലവ് ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പഠനം. ഒമാൻ കഴിഞ്ഞാൽ കുവൈത്ത്, ബഹ്റൈൻ, UAE, ബ്രൂണൈ എന്നീ രാജ്യങ്ങളാണ് റാങ്കിങ്ങിൽ മുൻനിരയിലുള്ളത്. ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങുന്നതിനും വാടകയ്ക്കെടുക്കുന്നതിനും നിരക്ക് കുറഞ്ഞ രാജ്യമാണ് ഒമാൻ. വാടക ഒഴികെയുള്ള പ്രതിമാസ ചെലവുകളുടെ കാര്യത്തിലും താങ്ങാനാവുന്ന രാജ്യവുമാണ് സുൽത്താനറ്റ്. പ്രതിമാസ യൂട്ടിലിറ്റി ബില്ലുകൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കുള്ള 3ാമത്തെ രാജ്യവുമാണ്. മസ്കത്തിലേക്കുള്ള വൺ വേ ഇക്കോണമി ടിക്കറ്റിന്റെ നിരക്ക് ലണ്ടനിൽ നിന്ന് ഏകദേശം $227, ന്യൂയോർക്കിൽ നിന്ന് $492. ഇക്കാര്യവും സ്കോറിൽ പരിഗണിച്ചിരുന്നു. 6.49 റീലൊക്കേഷൻ സ്കോറോടെയാണ് 2ാമത്തെ നികുതി രഹിത രാജ്യമായി കുവൈത്ത് തെരഞ്ഞെടുക്കപ്പെട്ടത്. ബഹ്റൈനാണ് 3ാം സ്ഥാനത്ത്. താങ്ങാനാവുന്ന നികുതി രഹിത രാജ്യങ്ങളുടെ കൂട്ടത്തിൽ അപ്പാർട്ട്മെന്റ് ചെലവിൽ 2ാമത്തെ നിരക്ക് കുറഞ്ഞ രാജ്യമാണ് ബഹ്റൈൻ. മീഡിയ 1 മസ്കത്ത്. ആഗോളതലത്തിൽ നികുതിരഹിത രാജ്യങ്ങളുടെ പട്ടികയിൽ 2ാം സ്ഥാനത്തെത്തി കുവൈത്ത്. 2024 ഏറ്റവും ബജറ്റ് സൗഹൃദ 2ാമത്തെ നികുതിരഹിത രാജ്യമായി കുവൈത്ത് തെരഞ്ഞെടുക്കപ്പെട്ടു. UK ആസ്ഥാനമായ വില്യം റസൽ പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് കുവൈത്തിന് മികച്ച സ്ഥാനം ലഭിച്ചത്. 6.49 റീലൊക്കേഷൻ സ്കോറോടെയാണ് 2ാമത്തെ നികുതിരഹിത രാജ്യമായി കുവൈത്ത് തെരഞ്ഞെടുക്കപ്പെട്ടത്. പ്രവാസികൾക്ക് ജീവിക്കാനും ജോലി ചെയ്യാനുമുള്ള മികച്ച സ്ഥലങ്ങളിൽ ഒന്നായാണ് കുവൈത്ത് കണക്കാക്കുന്നത്. രാജ്യത്തേക്കുള്ള സിംഗിൾ ഇക്കോണമി ഫ്ലൈറ്റുകൾക്ക് ചെലവ് വരുന്നത് $166 മുതൽ $690 വരെയാണ്. പ്രതിമാസ ചെലവുകൾക്കും യൂട്ടിലിറ്റി ബില്ലുകൾക്കും
ഏറ്റവും താങ്ങാനാവുന്ന രണ്ടാമത്തെ രാജ്യവുമാണ് കുവൈത്ത്. തുടർച്ചയായ രണ്ടാം വർഷവും ഒമാനാണ് പഠനത്തിൽ ഒന്നാമത്. വിമാന സർവീസ്, വാടക, യൂട്ടിലിറ്റി ബില്ലുകൾ തുടങ്ങിയ റീലൊക്കേഷൻ ചെലവ് ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പഠനം. ഒമാനും കുവൈത്തും കഴിഞ്ഞാൽ ബഹ്റൈൻ, UAE, ബ്രൂണൈ എന്നീ രാജ്യങ്ങളാണ് റാങ്കിങ്ങിൽ മുൻനിരയിലുള്ളത്. ഗൾഫ് രാജ്യങ്ങളിൽ ജീവിത ചെലവ് ഏറ്റവും കുറഞ്ഞ രാജ്യമായി നേരത്തെ കുവൈത്ത് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. കുവൈത്തിൽ പണപ്പെരുപ്പം കൂടുന്നു. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ബ്യൂറോ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം നവംബർ മാസത്തിലെ പ്രാദേശിക പണപ്പെരുപ്പ് സൂചിക 2.36% ഉയർന്നു. കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് 0.15% വർധനവ്. ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലും വിലവർധന രേഖപ്പെടുത്തി. പണപ്പെരുപ്പം കൂടിയതോടെ ഗാർഹിക ചെലവുകൾ ഇനിയും വർദ്ധിക്കും. അതേസമയം ഗതാഗത ചെലവിൽ 1.89% കുറവ് രേഖപ്പെടുത്തിയതായും റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു. ഒമാനിൽ അടുത്ത മാസം 31 മുതൽ ശീതളപാനീയ കുപ്പികളുടെ പുറത്ത് ടാക്സ് സ്റ്റാമ്പുകൾ പതിക്കണമെന്ന് നിർദ്ദേശം. സ്റ്റാമ്പുകളിൽ നികുതി സംബന്ധമായ വിവരങ്ങളടങ്ങിയ അടയാളമോ ഡിജിറ്റൽ ഡേറ്റാ കോഡോ ഉണ്ടായിരിക്കണം എന്നാണ് നിർദ്ദേശം. ഒമാൻ ടാക്സ് അതോറിറ്റിയുടെ ഉൽപ്പന്നങ്ങളിൽ നികുതി സ്റ്റാമ്പുകൾ പതിക്കുക എന്ന പദ്ധതിയുടെ ഭാഗമാണിത്. സ്റ്റാമ്പുകളിൽ നികുതി സംബന്ധമായ വിവരങ്ങളടങ്ങിയ അടയാളമോ ഡിജിറ്റൽ ഡാറ്റാ കോഡോ ഉണ്ടായിരിക്കണം. രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിതരണ ശൃംഖലകൾ വഴി വിപണിയിലെത്തുന്ന ശീതളപാനീയ ഉൽപ്പന്നങ്ങൾ നികുതി അടച്ചിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാനും ടാക്സ് സ്റ്റാമ്പുകൾ സഹായകമാകും. 2019 മുതലാണ് ആരോഗ്യത്തിന് ഹാനികരമായ ഉൽപ്പന്നങ്ങൾക്ക് 50% മുതൽ 100% വരെ നികുതി ഏർപ്പെടുത്തിയത്. സിഗരറ്റ്, പുകയില ഉൽപ്പന്നങ്ങൾ, മദ്യം, സ്പിരിറ്റ്, എനർജി ഡ്രിങ്ക് എന്നിവയായിരുന്നു ആദ്യം പട്ടികയിലുണ്ടായിരുന്നത്. എന്നാൽ 2020 മുതൽ പഞ്ചസാര, മറ്റു മധുര ഘടകങ്ങളടങ്ങിയ പാനീയങ്ങളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തി. നിലവിൽ സിഗരറ്റ്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കാണ് നികുതി സ്റ്റാമ്പുള്ളത്. ഒമാനിൽ നിന്ന് കയറ്റി അയക്കുന്ന ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് സ്റ്റാമ്പ് ബാധകമാവില്ല. അടുത്ത വർഷം ഏപ്രിൽ 30 ശേഷം ഒമാനിൽ ഇറക്കുമതി ചെയ്യുകയോ ഒമാനിൽ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്ന വിഭാഗത്തിൽപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ നികുതി സ്റ്റാമ്പില്ലെങ്കിൽ വിൽപ്പന നിരോധിക്കും. ഉൽപ്പാദന സമയത്തുള്ള സ്റ്റാമ്പിംഗ് രീതിയും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ നിശ്ചിത സ്ഥലത്ത് സ്റ്റാമ്പുകൾ പതിക്കുക എന്നിങ്ങനെ 2 തരത്തിലുള്ള സ്റ്റാമ്പിംഗ് രീതിയാവും നടപ്പിലാക്കുക. മീഡിയ 1 മസ്കത്ത്. സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ലോകത്തെ ആദ്യ 10 സൊവേറിയൻ ഫണ്ടുകളുടെ പട്ടികയിൽ വീണ്ടും ഇടം നേടി. 6ാം സ്ഥാനത്താണ് PIF. കമ്പനിയുടെ ആസ്തി $925 ബില്യൺ രേഖപ്പെടുത്തിയാണ് നേട്ടം. സൗദിയിലെയും വിദേശത്തെയും പ്രമുഖ കമ്പനികളിൽ PIFന് നിക്ഷേപമുണ്ട്. സൗദി സോവറേനിയൻ ഫണ്ടായ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ലോകോത്തര ഫണ്ടുകളുടെ പട്ടികയിൽ വീണ്ടും സ്ഥാനം നിലനിർത്തി. മൊത്തം ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ആദ്യ 10ൽ 6ാം സ്ഥാനത്താണ് PIF. 2024 അവസാന പാദത്തിലെ കണക്കുകൾ പ്രകാരം $925 ബില്യൺ കമ്പനിയുടെ നേട്ടം. എന്നാൽ കഴിഞ്ഞ മാർച്ചിലെ ആസ്തിയേക്കാൾ കുറവാണ് ഇത്. $940.26 ബില്യൺ കഴിഞ്ഞ മാർച്ചിലെ PIF ആസ്തി. $1.79 ട്രില്യൺ ആസ്തിയുമായി നോർവേയുടെ ഗവൺമെന്റ് പെൻഷൻ ഫണ്ടാണ് 1ാം സ്ഥാനത്തുള്ളത്. തൊട്ടുപിന്നിൽ $1.33 ട്രില്യൺ ചൈന ഇൻവെസ്റ്റ്മെന്റ് കോർപ്പും 3ാം സ്ഥാനത്ത് ചൈനയുടെ തന്നെ സേഫ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയുമാണ് പട്ടികയിൽ ഇടം നേടിയത്. അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി, കുവൈത്ത് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി എന്നിവയാണ് PIFന് മുമ്പിലുള്ള മറ്റു കമ്പനികൾ. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമാം. നാളെ മുതൽ അടുത്ത 2 ദിവസങ്ങളിൽ ഒമാന്റെ ചില ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മുസന്തം, തെക്ക് വടക്ക് ബാത്തിന, മസ്കത്ത് ഗവർണറേറ്റുകളിലാണ് മുന്നറിയിപ്പുള്ളത്. ഡിസംബർ 24 മുതൽ 26 വരെ ഒമാന്റെ വടക്കൻ ഗവർണറേറ്റുകളിലെ ചില ഭാഗങ്ങളെ ന്യൂനമർദ്ദം ബാധിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുള്ളത്. മുസന്തം, നോർത്ത് ബാത്തിന, സൗത്ത് ബാത്തിന, മസ്കത്ത്, സൗത്ത് ഷർക്കിയ ഗവർണറേറ്റുകളിലും ഹജറിന്റെ ഭാഗങ്ങളിലും മഴമേഘങ്ങൾ രൂപപ്പെടുമെന്നാണ് പ്രവചനം. ഇത് വ്യത്യസ്ത തീവ്രതയോടെ ഒറ്റപ്പെട്ട മഴയ്ക്ക് കാരണമാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 24-നും 25-നും മുസന്തം, നോർത്ത് ബാത്തിന, സൗത്ത് ബാത്തിന, മസ്കത്ത്, ദാഖിലിയ ഗവർണറിന്റെ വിവിധ ഭാഗങ്ങളിൽ 5 മുതൽ 10 മില്ലിമീറ്റർ വരെ ഒറ്റപ്പെട്ട മഴ ലഭിക്കുമെന്നാണ് പ്രവചനം. 20 നോട്ട് വേഗതയിൽ കാറ്റുണ്ടായേക്കുമെന്നും പറയുന്നുണ്ട്. 26-ന് ഈ ഗവർണറുകളിൽ 10 മുതൽ 25 മില്ലിമീറ്റർ വരെ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. 20 നോട്ട് വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മീഡിയ 1 മസ്കത്ത്. സമൂഹമാധ്യമങ്ങളിലെ ഉള്ളടക്കത്തിന്റെ നിലവാരം ഉറപ്പാക്കാൻ നടപടികളുമായി ഖത്തർ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് ലൈസൻസ് ഉൾപ്പെടെയുള്ള നിയമനിർമ്മാണത്തിന് ഷൂറ കൌൺസിൽ ക്യാബിനറ്റ് ശുപാർശ സമർപ്പിക്കും. ഇന്ന് ചേർന്ന ഷൂറ കൌൺസിലിലാണ് സോഷ്യൽ മീഡിയ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്തത്. വ്യക്തി സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഖത്തർ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. എന്നാൽ ധാർമ്മികതയും രാജ്യത്തിന്റെ പാരമ്പര്യവും മൂല്യങ്ങളും തകർക്കുന്ന രീതിയിലാകരുത് ഇത്.
സോഷ്യൽ മീഡിയയിലെ ഉള്ളടക്കം നിയന്ത്രിക്കണമെന്ന സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആവശ്യങ്ങൾ ഉയരുന്നതായി സ്പീക്കർ ഹസൻ ബിൻ അബ്ദുള്ള അൽ ഗാനിം പറഞ്ഞു. ഡിജിറ്റൽ മീഡിയ കണ്ടന്റുകളുടെ നിലവാരം ഉറപ്പാക്കാൻ ക്യാബിനറ്റിന് നിർദ്ദേശം സമർപ്പിക്കാൻ ശൂറ കൗൺസിൽ തീരുമാനിച്ചു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് ലൈസൻസ് ഏർപ്പെടുത്തുന്നതുൾപ്പെടെ ശുപാർശയിലുണ്ടാകും. പാശ്ചാത്യ സംസ്കാരങ്ങൾ പ്രചരിപ്പിക്കുന്നതും അനിയന്ത്രിതമായ പരസ്യങ്ങൾ തടയാനും വെറുപ്പ് പ്രചരിപ്പിക്കുന്നത് തടയാനും ഇതുവഴി സാധിക്കും. ക്രെഡിബിലിറ്റി, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, സുതാര്യത, സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം എന്നിവയും ലൈസൻസിന്റെ പരിധിയിൽ വരും. മീഡിയ വൺ, ദോഹ. UAE-യിലെ ഇന്ത്യൻ അംബാസഡർ സഞ്ജയ് സുധീറുമായി ഉഭയകക്ഷി വിഷയങ്ങൾ ചർച്ച ചെയ്ത് അജ്മാൻ കിരീടാവകാശി. പൊതുതാൽപര്യങ്ങളുടെ നിരവധി വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. അജ്മാനിൽ വെച്ചാണ് സഞ്ജയ് സുധീർ കിരീടാവകാശിയും അജ്മാൻ എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് അമ്മാർ ബിൻ ഹുമൈദ് അൽ നുഐമിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. സഹകരണത്തിന്റെ വിവിധ തലങ്ങൾ ചർച്ച ചെയ്ത ഇരുവരും ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞു. കിരീടാവകാശി നൽകിയ ആതിഥ്യത്തിനും സ്വീകരണത്തിനും സഞ്ജയ് സുധീർ നന്ദി അറിയിച്ചു. 2 ലക്ഷത്തിലേറെ വരുന്ന ഇന്ത്യക്കാരുടെ വിഷയങ്ങളിൽ അജ്മാൻ സ്വീകരിക്കുന്ന അനുഭാവപൂർണമായ നിലപാടിനും അദ്ദേഹം കൃതജ്ഞത രേഖപ്പെടുത്തി. അജ്മാൻ ക്ലബ് വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് റാഷിദ് ബിൻ അമ്മാർ, അമീരി ദിവാൻ മേധാവി ഷെയ്ഖ് മാജിദ് ബിൻ സയ്യിദ് അൽ നുഐമി, ഷെയ്ഖ് ഖാലിദ് ബിൻ ഹംദാൻ തുടങ്ങിയവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. സഞ്ജയ് സുധീറിനൊപ്പം ഇന്ത്യൻ ഉദ്യോഗസ്ഥ സംഘവും ഉണ്ടായിരുന്നു. മീഡിയ വൺ, അജ്മാൻ. കുവൈത്തിൽ AI ക്യാമറ വഴി 4 ദിവസത്തിനിടെ പിടികൂടിയത് 4122 ഗതാഗത നിയമലംഘനം. ഡിസംബർ 12-15 കാലയളവിലാണ് നടപടി. സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക, വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക തുടങ്ങിയ നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയതെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ സെക്യൂരിറ്റി മീഡിയ വകുപ്പ് അറിയിച്ചു. ഖത്തറിലെ പുതിയ വിനോദസഞ്ചാര കേന്ദ്രമായി റാസ് അബ്രൂഖ്. വിസിറ്റ് ഖത്തറിന് കീഴിൽ ജനുവരി 18 വരെയാണ് ഇവിടേക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. ദോഹയിൽ നിന്നും 100 കിലോമീറ്റർ സഞ്ചരിച്ചാൽ റാസ് അബ്രൂക്കിലെത്താം. അവിടെ പ്രകൃതിയും പൈതൃകവും വിനോദങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. യുനെസ്കോ അംഗീകാരമുള്ള അൽറീൻ ബയോസ്ഫിയർ റിസർവിന് സമീപത്താണ് ഈ ടൂറിസ്റ്റ് കേന്ദ്രം. 10 റിയാലാണ് പ്രവേശന നിരക്ക്. രാത്രി 8:30 വരെ പ്രവേശനം അനുവദിക്കും. സൗജന്യമായി ആസ്വദിക്കാവുന്ന പരിപാടികൾക്ക് പുറമെ പണമടച്ചാൽ മാത്രം ആസ്വദിക്കാവുന്ന വിനോദങ്ങളും ഇവിടെയുണ്ട്. ഫിലിം സിറ്റിയിലേക്കും ഡെസേർട്ട് എസ്കേപ്പിലേക്കുമുള്ള പ്രവേശനം പൊതുപ്രവേശന ഫീസിൽ ഉൾപ്പെടും. എന്നാൽ ബലൂൺ യാത്ര, ഒട്ടക, കുതിര സവാരികൾ തുടങ്ങിയവയ്ക്ക് പണമടയ്ക്കണം. 50 റിയാലാണ് 20 മിനിറ്റ് ബലൂണിൽ ആകാശക്കാഴ്ച കാണാനുള്ള നിരക്ക്. മീഡിയ വൺ, ദോഹ. സൗദിയിൽ ഫുട്ബോൾ റഫറിമാർക്ക് കൂടുതൽ അവസരവും മികച്ച വേതനവും ലഭ്യമാകുന്നതായ റിപ്പോർട്ടുകൾ. രാജ്യത്തെ റഫറിമാരുടെ ജോലിയിൽ 6 മടങ്ങ് വരെ വർധന രേഖപ്പെടുത്തി. റഫറിമാർക്കുള്ള വേതനവും അലവൻസും ഉൾപ്പെടെ പ്രതിവർഷം 6.5 ദശലക്ഷം റിയാൽ രാജ്യം ചെലവഴിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. സൗദിയിൽ ഫുട്ബോൾ റഫറിമാർക്കിത് നല്ല കാലമാണെന്ന് പഠനങ്ങൾ പറയുന്നു. 2024 4-ാം പാദം പൂർത്തിയാകുമ്പോൾ രാജ്യത്ത് റഫറിമാരുടെ ജോലി 6 ഇരട്ടിയായി വർദ്ധിച്ചതായി പ്രാദേശിക പത്രം തയ്യാറാക്കിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സൗദി സൂപ്പർ കപ്പ്, സൗദി റോഷൻ ലീഗ് മത്സരങ്ങളുടെ റഫറി ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ എണ്ണത്തിലാണ് വലിയ വർധനവ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ സീസണിൽ മുഴുസമയ റഫറിമാരായി 7 പേർ മാത്രമുണ്ടായിരുന്നിടത്ത് ഇത്തവണ റഫറിമാരുടെ എണ്ണം 52-ലെത്തി. പ്രതിമാസം 7000 റിയാലാണ് ഇവരുടെ വേതനം. ഇതിനു പുറമെ മാച്ച് ബോണസായി 3500 മുതൽ 6500 റിയാൽ വരെ തുക അധികമായും ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പ്രതിവർഷം റഫറിമാരുടെ ശമ്പള ഇനത്തിൽ രാജ്യം ചെലവഴിക്കുന്നത് 6.5 ദശലക്ഷം റിയാലാണെന്നും റിപ്പോർട്ട് പറയുന്നു. ഇവർക്ക് പുറമെ പാർട്ട് ടൈം റഫറിമാരും മേഖലയിൽ സജീവമാണ്. ഇത്തരക്കാർക്ക് മാസവേതനം ഒഴികെയുള്ള ആനുകൂല്യങ്ങളാണ് ലഭിക്കുക. ഇതിനിടെ 2025 ഫിഫ അംഗീകൃത സൗദി റഫറിമാരുടെ പട്ടിക കഴിഞ്ഞ ദിവസം പുറത്തുവന്നു. 21 പുരുഷ റഫറിമാരും 3 വനിതാ റഫറിമാരും അടങ്ങുന്നതാണ് പട്ടിക. നൌഷാദ് റിക്കൂർ, മീഡിയ വൺ, ദമ്മാം. അറേബ്യൻ ഗൾഫ് കപ്പിൽ ഒമാന്റെ 2ാം മത്സരത്തിൽ നാളെ ഖത്തറിനെ നേരിടും. ഒമാൻ സമയം വൈകിട്ട് 6:30 മത്സരം. ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കുവൈത്തിനെതിരെ ഒമാൻ സമനില നേടിയിരുന്നു. നിലവിൽ ഗ്രൂപ്പ് എയിൽ ഒമാനടക്കം 4 ടീമുകൾക്കും 1 പോയിന്റ് വീതമാണുള്ളത്. മസ്കത്തിന് ആഘോഷരാവുകൾ സമ്മാനിക്കുന്ന മസ്കത്ത് നൈറ്റ്സിന് തുടക്കമായി. ജനുവരി 21 വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികൾ നഗരത്തിലെ 7 വേദികളിലായാണ് നടക്കുന്നത്. ഖുറം നാച്ചുറൽ പാർക്കിലാണ് ഫ്ലവർ ഷോ നടക്കുക. അമിറാത്ത് പാർക്ക്, നസീം ഗാർഡൻ എന്നിവിടങ്ങളിൽ വിവിധ പ്രദർശനങ്ങളുണ്ടാകും. ലേസർ ഡ്രോൺ ഷോയും കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള റൈഡുകളും ഒരുക്കിയിട്ടുണ്ട്.
പുതുവത്സര അവധിക്കാലത്ത് സുരക്ഷ കർശനമാക്കാനൊരുങ്ങി കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം. ട്രാഫിക്, ക്രിമിനൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ അണിനിരത്തി പൊതുസുരക്ഷ ശക്തമാക്കും. ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ ആഭ്യന്തര മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അസബാഹിന്റെ നിർദ്ദേശപ്രകാരമാണ് സുരക്ഷ കർശനമാക്കുന്നത്. പൊതുജനങ്ങൾക്ക് ശല്യമാകുന്ന രീതിയിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. ചാലറ്റുകൾ, ഫാമുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കും. പ്രധാന ഹൈവേകൾ, നിരത്തുകൾ, പൊതു ഇടങ്ങൾ എന്നിവിടങ്ങളിൽ സുരക്ഷാ പോയിന്റുകൾ വർദ്ധിപ്പിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഒമാനിലെ മസ്കത്ത് വിലായത്തിൽ മലകയറ്റം പരിശീലിപ്പിക്കുന്നതിനിടെ ഒരാൾക്ക് പരിക്ക്. ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി ടീമുകളെത്തി പരിക്കേറ്റയാൾക്ക് അടിയന്തര വൈദ്യസഹായം നൽകുകയും ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. മലകയറ്റം പരിശീലിക്കുന്നവരും സാഹസിക കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നവരും മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് CDA ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതാക്കളായിരുന്ന അഡ്വക്കേറ്റ് PT തോമസിനെയും TH മുസ്തഫയെയും അനുസ്മരിച്ച ഇൻകാസ് ഖത്തർ എറണാകുളം ജില്ലാ കമ്മിറ്റി. KPCC വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് T സിദ്ദിഖ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഇൻകാസ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഹൈദർ ചുങ്കത്തറ ഉദ്ഘാടനം ചെയ്തു. ഇൻകാസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് PR ദിജേഷ് അധ്യക്ഷനായിരുന്നു. ICBF പ്രസിഡന്റ് ഷാനവാസ് ബാവ, ജനറൽ സെക്രട്ടറി KV ബോബൻ, ഇൻകാസ് ജനറൽ സെക്രട്ടറി ബഷീർ തുവാരിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. സൗദിയിലെ ജിസാൻ KMCC സംഘടിപ്പിച്ച വിന്റർ സോക്കർ ഫെസ്റ്റിവൽ ലെജൻഡ് FC ദബിയ ജേതാക്കളായി. ഇന്ത്യൻ ഹീറോസ് ജിസാനെ പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. ടോസിലൂടെയാണ് ജേതാക്കളെ നിർണയിച്ചത്. 8 ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം KMCC സൗദി നാഷണൽ കമ്മിറ്റി സെക്രട്ടറി ഹാരിസ് കലായി നിർവഹിച്ചു. ഫൈസൽ മേലാറ്റൂർ, ഇസ്മായിൽ മാനു, ഷംസീർ സ്വലാഹി തുടങ്ങിയവർ ചടങ്ങിന്റെ ഭാഗമായി. ശൈത്യകാല അവധിക്ക് കുട്ടികൾക്ക് വിനോദ വിജ്ഞാന ക്യാമ്പുമായി നടുമുറ്റം ഖത്തർ. ഈ മാസം 27-ന് നുവൈജയിലെ കേംബ്രിഡ്ജ് ഇന്റർനാഷണൽ സ്കൂളിലാണ് ക്യാമ്പ് നടക്കുക. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9 വരെ നീളുന്ന ക്യാമ്പിൽ വൈവിധ്യമാർന്ന സെഷനുകൾ ഉണ്ടാകും. 8 വയസ്സു മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാം. സൗദിയിലെ വ്യാപാരികൾക്കായി ഓഡിറ്റ് ടാക്സ് സെമിനാർ സംഘടിപ്പിച്ച താസ് ആൻഡ് ഹംജിദ് സൗജന്യമായി നടത്തിയ സെമിനാറിൽ സാമ്പത്തിക സാങ്കേതിക മേഖലയിലെ വിദഗ്ധരാണ് വിഷയം അവതരിപ്പിച്ചത്. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ സെമിനാറിന്റെ ഭാഗമായി. ബുറൈദയിലെ സൂപ്പർ സൈൻ കോൺഫറൻസ് ഹാളിൽ വെച്ചായിരുന്നു സെമിനാർ സംഘടിപ്പിച്ചത്. സാമ്പത്തിക സാങ്കേതിക മേഖലയിൽ വർഷങ്ങളായി സൗദിയിലുള്ള വിദഗ്ധർ വിഷയം അവതരിപ്പിച്ചു. ഇൻകം ടാക്സ്, 2024 ഓഡിറ്റിംഗ് ഫയലിംഗ്, സക്കാത്ത്, ടാക്സ് റിട്ടേൺ കണക്കാക്കുന്നതിൽ ഉള്ള മാറ്റങ്ങൾ, തസത്തുർ, മിസ കമ്പനി, വാറ്റ്, ഇൻവോയ്സിംഗ് തുടങ്ങിയ വിഷയങ്ങൾ സെമിനാറിന്റെ ഭാഗമായി. താസ് ആൻഡ് ഹാംജിദ് പബ്ലിക് റിലേഷൻസ് എക്സിക്യൂട്ടീവ് മുനാഹി ബിൻ അലി ബിൻ മുനാഹി അൽ സാദി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് നിഫ്രാസ്, അഹമ്മദ് സഹൽ, റഷീദ് PK, സമീർ അലി തുടങ്ങിയവർ സെമിനാറിന്റെ ഭാഗമായി. സൗദി അറേബ്യയിലെ വികസിച്ചുകൊണ്ടിരിക്കുന്ന നികുതി മേഖലയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകാൻ ലക്ഷ്യമിട്ടുള്ള സമഗ്രമായ അജണ്ടയാണ് സെമിനാറിൽ അവതരിപ്പിച്ചത്. മുഹമ്മദ് ലുക്മാൻ, മുഹമ്മദ് അസ്ലം, അഹമ്മദ് സഹൽ എന്നിവർ സെമിനാറിന് നേതൃത്വം നൽകി. മീഡിയ 1, റിയാദ്. കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ അംഗങ്ങളായിരിക്കെ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കുള്ള ക്ഷേമനിധി വിതരണം ചെയ്തു. 20 കുടുംബങ്ങൾക്കുള്ള ക്ഷേമനിധി വ്യവസായിയും PK ഗ്രൂപ്പ് ചെയർമാനുമായ PK അഹമ്മദ് കൈമാറി. കൊല്ലം ദാവ കോളേജ് പ്രിൻസിപ്പൽ ഷുഐബ് ഹൈദമി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. കേക്ഷത വഹിച്ചു. കെയർ ഫൗണ്ടേഷൻ ട്രഷറർ അബ്ദുൽ ഫത്താ തയിൽ ആമുഖ പ്രഭാഷണം നടത്തി. PK മാനു മുസ്ലിയാർ, K സിദ്ദീഖ്, അക്ബർ സിദ്ദീഖ്, NA മുനീർ, AP അബ്ദുൽ സലാം എന്നിവർ സംസാരിച്ചു. തനിമ കുവൈത്ത് ഇന്ത്യൻ സ്കൂളുകളിലെ ഉന്നത മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് APJ അബ്ദുൽ കലാം പേൾ ഓഫ് ദി സ്കൂൾ അവാർഡുകൾ വിതരണം ചെയ്തു. ചടങ്ങിൽ യുണൈറ്റഡ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾ എക്സിക്യൂട്ടീവ് അഡ്മിൻ മാനേജർ ജോയൽ ജേക്കബ് മുഖ്യാതിഥിയായി. വിജയികൾക്ക് പ്രശസ്തി പത്രവും മെമന്റോയും കൈമാറി. യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിലെ 7ാം ക്ലാസ്സിൽ ഏറ്റവും ഉയർന്ന മാർക്ക് നേടുന്ന വിദ്യാർത്ഥിക്ക് ഏർപ്പെടുത്തിയ ബിനി ആന്റണി മെമ്മോറിയൽ അവാർഡിന് നേഹ വിനർ അർഹയായി. കുട്ടി തനിമ അംഗങ്ങളായ സെറാഫിൻ ഫ്രെഡി, അമയ ആൻ, ആഞ്ചലിൻ റോസ്, ദിയ സംഗീത്, മാളവിക വിജേഷ് എന്നിവർ അവാർഡ് ദാന ചടങ്ങുകൾ ഏകോപിപ്പിച്ചു. ആലപ്പുഴ സ്വദേശി അബുദാബിയിൽ മരിച്ചു. നീർക്കുന്നം സ്വദേശി മുഹമ്മദ് മിഥിലാജാണ് മരിച്ചത്. വൃക്ക സംബന്ധമായ രോഗങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 15 വർഷമായി അബുദാബി പാലസ് സ്റ്റോർ കീപ്പറായി ജോലി ചെയ്തു വരികയായിരുന്നു. ഖബറടക്കം നാളെ രാവിലെ 10:30 കാക്കാഴം മുഹിയുദ്ദീൻ മസ്ജിദ് ഖബറിസ്ഥാനിൽ നടക്കും. ഷാർജയിലും ഖത്തറിലും പ്രശസ്തമായ സഫാരി മോൾ UAEയിലെ റാസൽ ഖൈമയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഈ മാസം 26-ന് റാസൽ ഖൈമയിലെ മാൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് സഫാരി ഗ്രൂപ്പ് ചെയർമാൻ അബൂബക്കർ മടപ്പാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് റാസൽ ഖൈമയിൽ സഫാരി മാളിന്റെ പുതിയ ശാഖ നിർമ്മിച്ചിരിക്കുന്നത്. 26-ന് വൈകുന്നേരം 4-ന് ഷെയ്ഖ് ഉമർ ബിൻ സാക്കിർ ബിൻ മുഹമ്മദ് അൽ കാസിമി മാളിന്റെ ഉദ്ഘാടനം നിർവഹിക്കും.
ഹൈപ്പർ മാർക്കറ്റിന് പുറമെ ഇലക്ട്രോണിക്സ്, ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ, ഫർണിച്ചർ, ബേക്കറി, ഹോട്ട് ഫുഡ്, ഫുഡ് കോർട്ട് തുടങ്ങിയവ മാളിലുണ്ടാകും. എല്ലാവിധ അമ്യൂണിറ്റീസും പ്രൊമോഷനുകളും സർവീസുകളും മുന്നിൽ കണ്ടുകൊണ്ട് റാസൽ ഖൈമയിലെ ജനങ്ങൾക്ക് വേണ്ടി ആണ് നമ്മൾ വളരെ സർവീസ് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഇതിലാണ്. UAE ഏറ്റവും പേര് പ്രസിദ്ധിയൊക്കെ ആർജിച്ചൊരു മാളാണ്. നമുക്ക് ഒരു ഔട്ട്ലെറ്റ് മാത്രമേ ഉള്ളൂ ഷാർജയിൽ. അതുകൊണ്ട് ഷാർജയിലെ ഞങ്ങളുടെ 1000-ഓളം വരുന്ന കസ്റ്റമർ ഉണ്ട് ഷാർജയിൽ ഇപ്പോൾ റാസൽ ഖൈമയിൽ നിന്ന്. ആ കസ്റ്റമേഴ്സിൻ്റെയും കൂടി കൺവീനിയൻസ് കൂടിയാണ് നമ്മൾ ഇപ്പോൾ റാസൽ ഖൈമയിൽ ഈ മാൾ വരുന്നത്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി മാൾ സന്ദർശിക്കുന്നവർക്ക് സാധനങ്ങളൊന്നും വാങ്ങിയില്ലെങ്കിലും മൊത്തം 1 ലക്ഷം ദിർഹം സമ്മാനം നൽകുന്ന വിസിറ്റ് ആൻഡ് വിൻ പ്രൊമോഷൻ നടപ്പാക്കും. 50,000 ദിർഹമാണ് ഇതിൻ്റെ ഒന്നാം സമ്മാനം. 30,000 ദിർഹം രണ്ടാം സമ്മാനവും 20,000 ദിർഹം മൂന്നാം സമ്മാനവും നൽകും. 50 ദിർഹത്തിന് പർച്ചേസ് നടത്തുന്നവർക്ക് 5 സുസുക്കി ജിംനി കാറുകൾ സമ്മാനം നൽകുന്ന പദ്ധതിയുണ്ട്. സഫാരിയുടെ UAE രണ്ടാമത്തെ മാളാണ് റാസൽ ഖൈമയിലേത്. താമസിയാതെ ദുബൈയിലും അബുദാബിയിലും മാളുകൾ തുറക്കാൻ പദ്ധതിയുണ്ടെന്ന് സംരംഭകർ പറഞ്ഞു. സഫാരി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സൈനുൽ ആബിദീൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ഷമീം ബക്കർ, ഷാഹിദ് ബക്കർ, പർച്ചേസ് വിഭാഗം റീജിയണൽ ഡയറക്ടർ BM കാസിം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ഷാർജ. കുവൈത്തിൽ എത്തിച്ചേർന്ന മലങ്കര സഭയുടെ കൽക്കത്ത ഭദ്രാസനാധിപനും കേരള കൌൺസിൽ ഓഫ് ചർച്ചസ് പ്രസിഡന്റുമായ അലക്സിയോസ് മാർ യൗസേബിയോസ് മെത്രാപ്പോലിത്തയ്ക്ക് വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി. സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ ക്രിസ്മസ് പുതുവത്സര ശുശ്രൂഷകൾക്ക് ഇദ്ദേഹം നേതൃത്വം നൽകും. കുവൈത്തിലെ ഓർത്തഡോക്സ് ഇടവകകളിലെ വികാരിമാർ, സഭ, ഭദ്രാസന ഇടവക തലത്തിലുള്ള ചുമതലക്കാർ എന്നിവർ സന്നിഹിതരായിരുന്നു. ഫ്രൈഡേ ഫ്രണ്ട്സ് ക്ലബ് കുവൈത്ത് സംഘടിപ്പിച്ച ക്രിക്കറ്റ് ലീഗിന്റെ 8ാമത് സീസണിൽ SCC ക്രിക്കറ്റ് ക്ലബ് ടീം ജേതാക്കളായി. അബു ഖലീഫ അൽഖാനിം ഗ്രൗണ്ടിൽ നടന്ന ഫൈനലിൽ സ്പാർക്ക് 11 പരാജയപ്പെടുത്തിയാണ് SCC ടീം വിജയിച്ചത്. ടൂർണമെന്റിലെ മികച്ച താരമായി ഇമാനുവലിനെയും മികച്ച ബൌളറായി ഭർത്തനും വിക്കറ്റ് കീപ്പറായി സാദിഖ് ബാഷയെയും തെരഞ്ഞെടുത്തു. വിജയികൾക്കുള്ള ട്രോഫിയും മെഡലും സാജിദ് മീറങ്ങാട്ടും ക്ലബ്ബ് ഭാരവാഹികളും ചേർന്ന് വിതരണം ചെയ്തു. ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ കുവൈത്ത് പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. മെട്രോ മെഡിക്കൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ISM സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അൻവർ സാദത്ത് മുഖ്യപ്രഭാഷണം നടത്തി. സംഘടിതമായ ധാർമ്മിക പ്രവർത്തനങ്ങൾ സുരക്ഷിത സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. യൂനുസ് സലീം അധ്യക്ഷത വഹിച്ചു. ഷെയ്ഖ് മുഹമ്മദ് അൽ മുത്തായിരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഹംസ പയ്യന്നൂർ, അബ്ദുൽ അസീസ് സലഫി, മനാഫ് മാത്തോട്ടം എന്നിവർ സംസാരിച്ചു. കുവൈത്തിലെ മലയാളി ചിത്രകലാകാരന്മാരുടെ കൂട്ടായ്മയായ ഇന്റർനാഷണൽ ആർട്ടിസ്റ്റ് സ്പേസ് കുവൈത്ത് വിന്റർ ക്യാൻവാസ് എന്ന പേരിൽ ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചു. റിഗൈ പാർക്കിൽ നടന്ന ക്യാമ്പിൽ കുവൈത്തിലെ പ്രശസ്തരായ ആർട്ടിസ്റ്റുകൾ പങ്കെടുത്തു. ക്യാമ്പിൽ നടന്ന ലൈവ് പെയിന്റിംഗ് ശ്രദ്ധേയമായി. ചിത്രകാരന്മാരായ സുനിൽ പൂക്കോട്, രവീന്ദ്രൻ, നിമിഷ, അബ്ദുൽ കരീം, ഷാജി വർഗീസ് എന്നിവർ പങ്കെടുത്തു. ആർട്ടിസ്റ്റ് സുനിൽ കുളനട, ശ്രീകുമാർ വലന, ചെങ്ങന്നൂർ ഹരി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി.